വാസുദേവായ. ലഭസ്വഭുവനത്രയീരചന ദക്ഷതാമക്ഷതാം ഗൃഹാണമതനുഗ്രഹം കുരു തപകശ്ച ഭൂയഃ വിധേ ഭവതു അഖില സാധനീ മയി ച ഭക്തിഃ അത്യുത്കടേ ഇതി ഉദീര്യ ഗിരം ആദദാമുദിത ചേതസം വേദസം. ലഭസ്വ ലഭിക്കുമാറാകട്ടെ, ഭുവനത്രയീ ത്രൈലോക സൃഷ്ടിക്ക്, രചന സൃഷ്ടി ചെയ്യുവാനുള്ള കഴിവ്, ദക്ഷതാം സാമർഥ്യം, അക്ഷതാം ഒരു ഹാനി തട്ടാത്തത്, ഗൃഹാണ കൈകൊണ്ടാലും, മത് എൻ്റെ അനുഗ്രഹം ആശീർവാദം, കുരു വേണം, തപഃ തപസ്, ച ചെയ്യുക, ഭൂയഃ വീണ്ടും, വിധേ ഭഗവാൻ, ഭവതു ഭവിക്കട്ടെ, അഖില സാധനി ഉലക സാധനയ്ക്കു വേണ്ടി, മയി എൻ്റെ, ച ചെയ്യുക, ഭക്തിഹി ഭക്തിയോഗം, അത്യുത്കടേ അതിതീവ്രമായി, ഇതി ഇങ്ങനെ, ഉദീര്യ അരുളി ചെയ്ത്, ഗിരം വാക്കുകൾ, ആദത തീർത്ത്, മുദിത സന്തുഷ്ട, ചേതസം മനസ്സ് ഉള്ളവരായി, വേദസം ബ്രഹ്മാവിൻ്റെ. ഈ ദശകത്തിൽ ബ്രഹ്മാവിൻ്റെ തപസ്സിനെ കുറിച്ചും അതിനുശേഷം ലോക സൃഷ്ടിയെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ഈ ശ്ലോകത്തിൽ അങ്ങനെ സാക്ഷാൽ ഭഗവാനെ നേരിട്ട് കണ്ട ബ്രഹ്മാവ് അതീവ സന്തുഷ്ടനായി, അതീവ സന്തോഷവനായി, അതുപോലെ തന്നെ ഏറ്റവും അധികം ആഹ്ലാദത്തോടു കൂടിയ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചു. അതിനുശേഷം ഭഗവാൻ ആ ബ്രഹ്മാവിന് ഈ 3 ലോക സൃഷ്ടിക്ക് വേണ്ടിയുള്ള സാമർഥ്യം ഒരു ഹാനി തട്ടാതെ വരുമാറാകട്ടെ എന്ന് ഭഗവാൻ ആശീർവദിക്കുകയും, അങ്ങനെ ഭഗവാൻ ആ ബ്രഹ്മാവിനോട് ഇനിയും തപസ് ചെയ്യുക എന്നും പറയുകയും, അതിന് മാത്രവുമല്ല ഉലക സാധനയ്ക്ക് വേണ്ടി പരിപൂർണമായ ഭക്തിയോടെ അതിതീവ്രമായി ഇനിയും ഈ ഒരു തപസ് ചെയ്ത് തീർക്കുമ്പോൾ ആ ഭഗവാൻ സന്തുഷ്ട മനസ്സോട് കൂടിയവനായി ബ്രഹ്മാവിന് ഈ പ്രപഞ്ച സൃഷ്ടി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു നിയോഗം കൊടുക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ലഭസ്വഭുവനത്രയീ രചന ദക്ഷതാം അക്ഷതാം ഗൃഹാണമതനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖില സാധനീ മയി ച ഭക്തിരത്യുത്കടേ ത്യുദീര്യ ഗിരമാദദാമുദിത ചേതസം വേദസം. ശ്രീകരേ നമഃ, ശ്രീകരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. താങ്ക് യു.